നെഗറ്റീവ് ആദ്യം പറയുന്നതിന് മുന്നേ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വെക്കാമെന്ന് വെച്ചാൽ ഇതൊരു നല്ല വണ്ടിയാണ്. ടാറ്റ ഉണ്ടാക്കുന്ന ഞാനിപ്പോൾ കർവ് ആണെങ്കിലും ഓടിച്ചിരുന്നു, അതൊരു അടിപൊളി വണ്ടിയാണ്. പക്ഷെ ഇപ്പം വിശ്വസിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വഴിയാണെന്ന് ഉറപ്പുണ്ടാവും. ഇത് കയറ്റമൊക്കെയാണെങ്കിൽ ചിലപ്പോൾ കയറുകയല്ല. ലിം മോഡിലായി കഴിഞ്ഞാൽ ആകെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഹൈ സ്പീഡ്സിൽ ക്രൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാനത് നോക്കിയപ്പോൾ എല്ലാ പഞ്ചിന്റെ അങ്ങനെയാണ്. അപ്പൊ അത് മാനുഫാക്ചറിങ് ഇഷ്യൂ ആണ്. അതപ്പം അവരതൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയ കാര്യമാണ്. കാരണം ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഏത് റേഞ്ചിലും ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനെ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിലുള്ളൂ. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് വാഹനങ്ങൾ, അതായത് ഒരു 9 അല്ലെങ്കിൽ ഒരു 10 lakhs മുതൽ ഒരു 25 lakhs വരെയാണ് ഇന്ന് ടാറ്റ മോട്ടോഴ്സിന് ഇലക്ട്രിക് വാഹനങ്ങൾ നിലവിലുള്ളത്. ഇനിയും സീറയും അതുപോലെ ഹാരിയർ-EVയും 4-wheel ഡ്രൈവിലുള്ള ഹാരിയർ-EV ഒക്കെ വരുന്നുണ്ട്. അതിന് മുന്നേ ഏതൊരു ബഡ്ജറ്റിൽ നോക്കിയാലും 10 to 24 lakhs വരെയിൽ എല്ലാ ബഡ്ജറ്റുകാർക്കും പറ്റിയ വണ്ടികൾ ടാറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ ഒരു കാരണം കൊണ്ടാണ് ടാറ്റ ഇത്രയും നാൾ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഇലക്ട്രിക് കാർസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നത്. പക്ഷേ ഇപ്പോൾ MGയുടെ വിൻസർ EV ആണ് ടോപ്പ് സെല്ലിംഗ് ഇലക്ട്രിക് കാർ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ റിലയബിലിറ്റിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ്. ടാറ്റയുടെ റിലയബിലിറ്റിയിൽ കുറച്ച് പേർക്ക് കുറച്ച് കൺസേൺസ് ഉണ്ട്. പിന്നെ കൂടുതൽ വണ്ടി ഇറങ്ങുന്നത് കൊണ്ടാണ് കംപ്ലയിൻസ് ഉള്ളവർ കൂടുതലായിട്ടുള്ളത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉണ്ട്. എന്തായാലും ഒരു പഞ്ച് EVയുടെ യൂസർ റിവ്യൂമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പഞ്ച് EV എന്ന് പറയുന്നത് ടാറ്റയുടെ മറ്റ് ഇലക്ട്രിക് വാഹനങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം ഇലക്ട്രിക് പ്ലാറ്റ്ഫോം ബേസ് ചെയ്താണ് പഞ്ച് EVയെ ടാറ്റ കൊണ്ടുവന്നത്. സോ മറ്റ് നെക്സോൺ പോലെയോ അല്ലെങ്കിൽ ടിയാഗോ പോലെയോ ഒന്നും ഓൾറെഡി ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോമിനെ ഇലക്ട്രിഫൈ ചെയ്തല്ല പഞ്ച് EV കൊണ്ടുവന്നത്. സോ ഇത് കുറച്ചുകൂടെ കംപ്ലയിൻസ് കുറവുള്ള ടാറ്റയുടെ ഇലക്ട്രിക് വാഹനമാണോ, ഇതിൻ്റെ യൂസ് ചെയ്തിട്ടുള്ള യൂസറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ചോദിക്കാം. നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊരു 10,000 kilometers കഴിഞ്ഞിട്ടുള്ള പഞ്ച് EV ആണ്. സോ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ച് നമുക്ക് ഇതിൻ്റെ യൂസറിനോട് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കാം. അതിനായിട്ട് അദ്ദേഹത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. സോ ടാറ്റ പഞ്ച് EVയുടെ യൂസർ ഇതാണ്. ഹൈ ബ്രോ. ഹലോ, വെൽക്കം ടു ചാനൽ. ബ്രോയുടെ പേര്? എൻ്റെ പേര് ആന്റണി. ആന്റണി, എന്ത് ചെയ്യുന്നു? ഞാൻ വർക്ക് ചെയ്യുവാണ് വിപ്രോയിൽ സീനിയർ അനലിസ്റ്റ് ആയിട്ട്. ഓക്കെ. ഇലക്ട്രിക് വാഹനം സ്വന്തമാക്കി. സോ എന്തുകൊണ്ട് പഞ്ച് EVയിലോട്ട് വന്നെന്നുള്ളത് നമുക്ക് ആദ്യമേ ചോദിക്കാം. മറ്റ് പല ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതുകൊണ്ടാണോ അതോ ഈ വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ടാണോ, എന്തുകൊണ്ടാണ് പഞ്ച് EV സെലക്ട് ചെയ്തത്? ഇലക്ട്രിക്കലോട്ട് വന്നതെന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വോക്സ്വാഗൺ വെൻറ്റോയാണ്. ഓക്കെ. അത് ഞാനൊരു 2 വർഷം യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് 70,000 kilometers ഓടിച്ചിരുന്നു വണ്ടി. അതപ്പോൾ 2 ലക്ഷം കിലോമീറ്റർ ആകാറായ സമയമായിരുന്നു. അപ്പം 2 ലക്ഷം കിലോമീറ്റർ ആവാറായി. അപ്പം വണ്ടി പതുക്കെ അതിൻ്റെ ഏജ് ഇങ്ങനെ കാണിച്ചു തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഒരു അപ്ഗ്രേഡ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വോക്സ്വാഗൺ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ വണ്ടികളൊന്നും നോക്കിയിട്ട് എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ലായിരുന്നു. അപ്പം വെൻഡോ 1.6 ഡീസലായിരുന്നു. അപ്പോൾ അത് നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല എഫിഷ്യൻ്റ് ആണ്. ആകെയുള്ള ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ വണ്ടിയോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ അത് ഇച്ചിരി ബുദ്ധിമുട്ടിയാണല്ലോ നമ്മളത് കൊണ്ടു നടക്കുക. വേഗം ഒന്ന് ചോദിക്കുകയാണ്, എക്സ്പെൻസീവ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് പെട്ടെന്ന് എടുത്ത് പറയുകയാണെങ്കിൽ? ABS സെൻസർ പോലത്തെ ആണോ? ABS സെൻസർ ഉള്ളതിൽ ഏറ്റവും ചീപ്പ് സാധനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ട്. അല്ല, പെട്ടെന്ന് എപ്പോഴും പോകുന്നതല്ല, അങ്ങനെ എനിക്ക് പ്രശ്നങ്ങളായിട്ട് എൻ്റെ ഒരു സാധനവും ഞാൻ റീപ്ലേസ് ചെയ്ത സാധനങ്ങൾ പിന്നെ കംപ്ലൈന്റ് വന്നിട്ടില്ല. എൻ്റെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഇഷ്യൂസ് വരിക. അങ്ങനെ വന്ന 1-2 കാര്യങ്ങളെന്ന് പറഞ്ഞു. ഞാൻ പറയാം, എൻ്റെ വണ്ടിയിൽ 2 ലക്ഷം കിലോമീറ്റർ ആയിട്ട് എൻ്റെ വണ്ടിയിൽ ഇരുന്ന സ്റ്റോക്ക് ഇഞ്ചക്ടേഴ്സ് ആണ്. അപ്പൊ അത് എത്ര റിലയബിൾ ആണെന്നും പിന്നെ അത് അതിന്റെ ഫസ്റ്റ് യൂസർ എന്തായാലും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അത്രയും ലാസ്റ്റ് ചെയ്തത്. ഞാനും യൂസ് ചെയ്യുമ്പോൾ ഫുൾ ടാങ്ക് ആയിരുന്നു, എപ്പോഴും ഫുൾ ടാങ്ക് അടിക്കും. എന്നിട്ട് കാൽ ഭാഗം ആകുമ്പോഴേക്കും ഞാൻ പിന്നെ റീഫിൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഓൾമോസ്റ്റ് ഒരു 900 kilometers എങ്കിലും ഫുൾ ടാങ്കിൽ ഓടും. അപ്പം പിന്നെ ഇഞ്ചക്ടർ അപ്പോൾ വണ്ടിക്ക് പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ എഞ്ചിന് അത്രയും നമ്മൾ അതിൻ്റെ ഇഞ്ചക്ടേഴ്സിന് അത്രയും സ്ട്രെസ് കൊടുക്കേണ്ടതെന്നുള്ളതുകൊണ്ട് എപ്പോഴും ഒരു മിനിമം ഹാഫ് ടാങ്കിന് താഴെ ആകുമ്പോഴേക്കും ഫില്ല് ചെയ്യും. അപ്പോൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഫസ്റ്റ് യൂസർ എന്തായാലും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ. പിന്നെ എനിക്ക് ഇഷ്യൂസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്റർകൂളറിന്റെ പൈപ്പ് ഒരു പ്രാവശ്യം പൊട്ടി. അത് കാർബൺ ഡെപ്പോസിറ്റ് കൂടിയിട്ടാണെന്നാണ്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം മൂവാറ്റുപുഴയിലാണ് വൈഫിൻ്റെ വീട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഒരു വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് കാല് കൊടുത്ത് കയറുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ബ്ലാക്ക് സ്മോക്കിൻ്റെ ഒരു ക്ലൗഡ് ബാക്കിൽ വന്നു. പിന്നെ ത്രോട്ടിലിൽ വലിയ
റെസ്പോൺസ് ഇല്ല. ഇനി ഞാൻ പിന്നെ കാല് കൊടുക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പുക കളിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു പൈപ്പ് ടെർബോയുടെ ഒരു പൈപ്പാണ് ചെറുത്. ആ പൈപ്പിന് ഓൾമോസ്റ്റ് 7,000 ആണ്. ആ ഒരൊറ്റ ചെറിയൊരു പൈപ്പാണ്, അതിൻ്റെ പ്രൈസ് അതാണ്. പിന്നെ അത് പൊട്ടിയ സമയത്തേക്ക് ഇതിനകത്ത് വേറെ എന്തോ ഒരു ചെറിയ പൈപ്പുകൾ ഉണ്ട് അതിൻ്റെ കണക്ഷൻ. എനിക്ക് കറക്റ്റ് പേര് എനിക്ക് ഓർമ്മയില്ല. ആ സാധനമൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ ഫ്യൂവൽ പമ്പ് ഈ ഇടയ്ക്ക് കംപ്ലൈന്റ് ആയിരുന്നു. ലാസ്റ്റ് ഞാൻ കൊടുക്കാൻ ഓൾമോസ്റ്റ് 40,000 ആയി അതിന്. അതൊക്കെയാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ അതെ. അത് എന്നുവെച്ചാൽ അതിപ്പം അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആയ ഒരു വണ്ടി ആയിരുന്നുകൊണ്ട് അതെ എനിക്ക് പിന്നെ അത്രയും ഇതേ വന്നിട്ടുള്ളൂ. ചിലപ്പോൾ അതിനെക്കാട്ടിലും നല്ല വണ്ടികൾ കാണുമായിരിക്കും. ഞാൻ നോക്കിയതിൽ എനിക്ക് ആ സമയത്ത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ് ഞാൻ എടുത്തത്. അപ്പം ആ വണ്ടി നല്ല ക്ലീൻ ആയിരുന്നു. അത് 10 years ആയി എന്നുള്ള അതിന്റെ 2 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് ആ വണ്ടി കണ്ടാൽ പറയത്തില്ല, അത്ര ക്ലീൻ ആയിരുന്നു ആ വണ്ടി. എനിക്ക് കിട്ടിയപ്പോഴും അങ്ങനെ ആയിരുന്നു, പിന്നെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇതുണ്ട്. അപ്പം പഞ്ചീവിയിലേക്ക് വരിക എന്ന് പറയുമ്പം എനിക്കപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ ഓപ്ഷൻസ് നോക്കിയപ്പം എനിക്ക് വോക്സ് വാഗണിൽ ആക്ച്വലി മാറാൻ ഒരു താല്പര്യവും വരുന്നില്ലായിരുന്നു. പിന്നെ വോക്സ് വാഗൺ ആണെങ്കിൽ പോലും ഇത് ഞാൻ ഇതായിട്ട് പറയുന്നതല്ല, ആ വണ്ടിയുടെ ക്വാളിറ്റി എനിക്ക് ഇപ്പോഴത്തെ വോക്സ് വാഗണുകളിൽ ഫീൽ ചെയ്തിട്ടില്ല. സോളിഡ് ഫീൽ ഉണ്ട്. പിന്നെ അതിന് മൊത്തത്തിലുള്ള ക്വാളിറ്റി നല്ല വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ആ വണ്ടി അത്രയും പഴക്കമുണ്ടല്ലോ, അതിന്റെ ഇന്റീരിയറിൽ ഇത്രയും നാൾ ഓടിച്ചിട്ട് പോലും അതിനകത്ത് മറ്റേ ഇടയ്ക്ക് ക്രീക്കിങ്ങോ ഒരു പ്രശ്നമില്ല. അതിന്റെ ക്വാളിറ്റി അതുപോലെ നല്ലതാണ്. പിന്നെ അതിനകത്ത് ചെറിയ ചെറിയ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പോലും ഇപ്പൊ സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ചെറിയ ചെറിയ കൺവീനിയന്റ് ഫീച്ചേഴ്സ് എല്ലാ വിൻഡോസും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ കൺവീനിയന്റ് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നും. പിന്നെ ആ വണ്ടി എപ്പോഴും ഒരു ഇങ്ങനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു വണ്ടി. എനിക്ക് അത് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് തരും. എന്ന് വെച്ചാൽ അത് നല്ല പെർഫോമൻസും ഇതും. പിന്നെ ആ വണ്ടിക്ക് ഒരു ചാം ഉണ്ടെന്നാണ് എന്റെ ഒരു ഇത്. അപ്പം ആ ഒരു ഫോക്സ് വാഗന്റെ എക്സ്പീരിയൻസ് വെച്ച് പർച്ചേസ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാണല്ലോ അല്ലേ? ഇല്ല, എനിക്ക് എന്നുവെച്ചാൽ വെർട്ടസ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഡീസലിന്റെ ആ പെർഫോമൻസിൽ നിന്ന് പിന്നെ പെട്രോളിലേക്ക് വരുമ്പോൾ ആ ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് വീട്ടിലൊരു എസ്ക്രോസ് ആണുള്ളത് 1.3 ഡീസൽ. അത് ഡീസലാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഡീസൽ വണ്ടിയുടെ ടോർക്കാണ് കുറച്ചുകൂടെ ഇഷ്ടമുള്ളത്. അപ്പം ഡീസൽ വണ്ടികളില്ല വോക്സ് വാഗണായാലും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അപ്പം എൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് വണ്ടി മാറാൻ ഒരു പ്ലാൻ അങ്ങനെ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ ഓപ്ഷൻസ് നോക്കി, ഒന്നും കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ വണ്ടി ഉപയോഗിച്ച് മാക്സിമം ഉപയോഗിച്ച് അത് ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ എന്താ അവസ്ഥ വരുന്ന വെച്ചാൽ അതുപോലെ അങ്ങ് ഡീൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. അത് കഴിഞ്ഞ് ആ സമയത്താണ് വിൻസർ ഇ വി ഇറങ്ങുന്നത്. അപ്പം വിൻസർ ഇ വി ഇറങ്ങുന്ന സമയത്താണ് പിന്നെ ഞാൻ സീരിയസ് ആയിട്ട് വണ്ടി അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യം പ്ലാൻ ഇവിയിലോട്ട് മാറാം. എന്ന് വെച്ചാൽ വെൻറ്റോ ആണെങ്കിലും നല്ല ഉപയോഗമുണ്ട്. ഞാൻ 2 വർഷത്തിൽ 70,000 കിലോമീറ്റർ ഓടിയത്. അപ്പം അത്യാവശ്യം യൂസേജ് ഉണ്ട്. അപ്പം ആ മന്ത്ലി ഒരു 10,000 to 15,000 ഡീസലിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അത്രയും ഉപയോഗിക്കാറുണ്ട്. ഞാൻ എൻ്റെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നതല്ല, എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഞാൻ എല്ലാ ദിവസവും എൻ്റെ വണ്ടി ഓടും. അപ്പം എൻ്റെ പേഴ്സണൽ വണ്ടിയാണ്, എല്ലാ ആവശ്യങ്ങൾക്കും. ഞാൻ 2 വീലർ എനിക്കില്ല, അപ്പോൾ ഞാൻ ഫുള്ള് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിനെയാണ്. അപ്പം അത്ര യൂസേജ് ഉള്ളതുകൊണ്ട് അതുണ്ട്. അപ്പം അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തായാലും ഇതിന് ഇത്ര സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ വണ്ടി ഒരു EMI, ആ പൈസ EMI ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ വണ്ടി എടുക്കാം. അപ്പോൾ പുതിയൊരു വണ്ടിയുടെ എക്സ്പീരിയൻസും കിട്ടും. എൻ്റെ ഫസ്റ്റ് വണ്ടിയാണത്. അപ്പം എനിക്ക് പുതിയൊരു വണ്ടി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അപ്പം ഞാൻ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് വിൻസർ കണ്ടാണ് അതിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വിൻസറിൻ്റെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ MGയുടെ ഷോറൂമുകൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് എവിടുന്ന് റെസ്പോൺസ് വരുന്നില്ല. എന്നുവെച്ചാൽ 2-3 ഷോറൂമിൽ എനിക്ക് തിരുവല്ലയിൽ നിന്ന് എവിടുന്ന് കോൾ വന്നു, പക്ഷേ ഇവരൊക്കെ ടെസ്റ്റ് ഡ്രൈവ് വണ്ടി വരും, വണ്ടി കാണാം, വിളിക്കാം, ഇതെല്ലാം പറഞ്ഞ് നമ്പറൊക്കെ എടുക്കുന്നുണ്ട്. എന്നെ ഒരു മനുഷ്യരോട് കോൺടാക്ട് ചെയ്തിട്ടില്ല. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒത്തിരി അവർ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ബുക്കിംഗ്സ് വന്നു. സോ ടെസ്റ്റ് ഡ്രൈവ്സ് കൊടുക്കാൻ വണ്ടികൾ തികയുന്നില്ല. അതൊക്കെ അവരുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയതുകൊണ്ടാവാം. അപ്പൊ എനിക്ക് അതൊരു ഭയങ്കര ഒരു മോശം ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു കസ്റ്റമർ എന്ന് വെച്ചാൽ അതെന്നെ അപ്പം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നത് ഞാൻ ചിലപ്പോൾ ആ വണ്ടി എടുക്കത്തുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു എനിക്ക് ഇച്ചിരി ഒരു നെഗ് അടിച്ചു. അത് കഴിഞ്ഞ് ആണ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ നോക്കിയപ്പോഴാണ് EVയിലേക്ക് എന്തായാലും മാറാന്നുള്ളത് ഓർത്തു. അപ്പോഴാണ് പിന്നെ നോക്കിയപ്പം ഉള്ളതിൽ ആ സെഗ്മെന്റിൽ അത്യാവശ്യം
കംപ്ലൈൻസ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വണ്ടി ഞാൻ നോക്കിയത് ഇതാണ്. ഇതാകുമ്പോൾ ബഡ്ജറ്റിൽ നിൽക്കുന്നുണ്ട്, എനിക്ക് ബഡ്ജറ്റിൽ ടോപ്പ് മോഡൽ കിട്ടുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനിത് ഷോറൂം എനിക്ക് ഇന്റീരിയർ ഒക്കെ ആക്ച്വലി നല്ല ഇഷ്ടമാണ്. ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞ ഒരു 15-17 lakhs ഒക്കെ ആയിരുന്നോ ബഡ്ജറ്റ്? 17 lakhs എനിക്ക് ആക്ച്വലി എനിക്ക് ഇങ്ങനെ ബഡ്ജറ്റ് ഒന്നും ഇല്ല. ഞാനിങ്ങനെ കൺസിഡർ ചെയ്യാം, നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ള ഇതിലാണ് ഇതിലേക്ക് വന്നത്. അതിന് ഇതോടിച്ച് നോക്കി, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ബഡ്ജറ്റ് അപ്പോൾ 15 lakhs വരെ ബഡ്ജറ്റ് ഇടാം എന്നുള്ളത്. കാരണം വിൻസർ ആ സമയത്ത് അവർ പറഞ്ഞിരുന്നത് ഈ 15 lakhs 17 lakhs ഏതാണ്ട് ടോപ്പ് പറഞ്ഞിരുന്നത്. അത് ഓൺ റോഡ് വരുമ്പോൾ പിന്നെയും കൂടുന്ന 17.5 താഴെ നിൽക്കും. ഓക്കെ, അപ്പൊ ആ ബഡ്ജറ്റ് എനിക്ക് വലിയ കുഴപ്പമില്ല, എന്നാൽ ഇച്ചിരി പുഷ് ചെയ്താലും അത് എടുക്കാന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ഇതിന്റെ ആ ഒരു ഇത് വന്നു മെയിനായിട്ട് അത് തന്നെയാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, ഇത് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. ഇത് എംപവേർഡ് ടോപ്പ് എൻഡ് വേരിയന്റ്. സോ ഇതിന് ഓൺ റോഡ് എത്രയായി? ഇത് ഓൺ റോഡ് 14.5 lakhsന് ഒരു ലോങ് റേഞ്ച് ടാറ്റ പഞ്ച് EV സ്വന്തമാക്കി. സോ ഇത് ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ താമസം ഉണ്ടായിരുന്നോ, പെട്ടെന്ന് കിട്ടിയോ? ബുക്ക് ചെയ്തിട്ട് ഒരു 10 daysനുള്ളിൽ കിട്ടി. പറഞ്ഞ പോലെ ഈ പറഞ്ഞ മറ്റേ ഇഷ്യൂ ടാറ്റയിൽ നിന്ന് ഉണ്ടായോ, അതായത് റെസ്പോണ്ട് ഇല്ലാതിരിക്കുകയും? അതും ആക്ച്വലി ഇച്ചിരി പ്രശ്നമായിരുന്നു. എന്നുവെച്ചാൽ എല്ലാവരുടെയും ഗൂഗിളിൽ നമ്പർ ഉണ്ട്, പക്ഷെ നമ്മൾ അതിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ വേറെ ആരോ ആണ് ഫോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ കോള് റീഡയറക്റ്റ് ആയി പോയി ആരും എടുക്കാതെ വരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അത് എല്ലാ ഡീലർഷിപ്സിനും ഉണ്ടെന്ന് തോന്നുന്നു. ടാറ്റ തന്നെ അല്ല, എല്ലാ ഗ്രൂപ്പിനും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിപ്പോ നമ്മളിപ്പം എൻ്റെ അടുത്തുള്ള ഒരു ഷോറൂം നോക്കിയാണ് ഞാൻ നമ്പർ എടുത്ത് വിളിക്കുന്നത്. പക്ഷെ അതിൽ വിളിക്കുമ്പോൾ ഒന്നിലും അവരുടെ വേറെ ഏതെങ്കിലും സെന്ററിലോട്ട് പോകും. ഞാൻ എന്നിട്ട് ഇവരെന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുമ്പം ഇവർ കോൾ ബാക്ക് അറേഞ്ച് ചെയ്യും, പക്ഷെ കോൾ ബാക്ക് വരത്തില്ല. അപ്പം പിന്നെ എങ്ങനെയോ ആണ് ഇവിടുന്ന് എന്നെ കോന്നി ഷോറൂമിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ വീട് തിരുവല്ലയാണ്. കോന്നി ഷോറൂമിൽ നിന്ന് ആണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. ഞാൻ ഒരാൾ കോൺടാക്ട് ചെയ്തെന്നുള്ള സമാധാനത്തിലിരുന്നു. അപ്പോൾ എന്നിട്ട് അവരെനിക്ക് വണ്ടി പിന്നെ ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ഓടിച്ചു നോക്കി. ബുക്കിംഗ് എത്ര നാളെടുത്തു? ഞാൻ ബുക്ക് ചെയ്തിട്ട് 10 daysനുള്ളിൽ എനിക്ക് വണ്ടി കിട്ടിയായിരുന്നു. 10 days എടുത്തോന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്നാലും December 3rd എനിക്ക് വണ്ടി കിട്ടി. അപ്പം ഡിസംബർ മുതൽ വെറും 3 മാസമായപ്പോഴേ 10,000 kilometer ക്രോസ് ചെയ്തല്ലേ? ഓക്കെ, അപ്പോൾ നല്ല ഓട്ടം ഉണ്ടാവും. വണ്ടിയുടെ എക്സ്പീരിയൻസസിലോട്ട് കിടക്കാം. സോ ഇത് ലോങ് ഡ്രൈവിന് പ്രാക്ടിക്കലാണോ? ഒരു ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു പഞ്ച് EV എന്തുമാത്രം റിലയബിൾ ആണ്? നമ്മൾ ലിം മോഡിൻ്റെ കാര്യങ്ങളെല്ലാം അറിയണം. അതിന് മുന്നേ ഇതിൻ്റെ ഒരു യാത്രാ സുഖത്തെ പറ്റി ചോദിക്കുകയാണ്. ഒരു ഫാമിലി കൂടുതലും സിംഗിൾ യൂസ് ആണോ, മീൻസ് ഫാമിലി ആയിട്ട് പോകുമ്പോഴത്തെ ഒരു വ്യത്യാസമൊക്കെ എന്ന്? സിംഗിൾ ആയിട്ടാണ് ഓടിക്കുന്നത്. ഞാൻ മാത്രം ഉള്ളെങ്കിൽ അത്യാവശ്യം നല്ല ഫൺ ടു ഡ്രൈവ് ആണ്. നല്ല ട്വിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി നല്ലതായിട്ട് ടേൺ ആയി വരും. ബോക്സി ആയതിന്റെ കോൺഫിഡൻസ് കുറവുണ്ടോ? ഇല്ല, അങ്ങനെ പോകുന്ന ഒരു പ്രശ്നമില്ല. നമ്മൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ വണ്ടി വേറെ വഴിക്ക് പോകും. വെച്ചാൽ നമ്മൾ കോൺഫിഡന്റ് ആയിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പോകുന്നുണ്ട്. പിന്നെ ടയറിന്റേതായ ചില പ്രശ്നങ്ങളുണ്ട്, ഇച്ചിരി ഗ്രിപ്പ് കുറവുണ്ട്, അതുണ്ട്. അല്ലാതെ ഇപ്പം ഒറ്റയ്ക്കാണെങ്കിൽ നന്നായിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ആ ഷോർട്ട് സ്പാനിൽ 0 to 100 under 10 seconds നല്ല റെസ്പോൺസ് ആണ്. നമ്മൾ വിചാരിക്കുമ്പോൾ പവർ ഉണ്ട്. അപ്പോൾ അത് കാരണം അത്യാവശ്യം നന്നായിട്ട് ഓടിക്കാൻ പറ്റും. ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ ശരിക്കും ഇതിന്റെ ഫ്രണ്ടിലെ 2 സീറ്റാണ് കംഫർട്ടബിൾ. ബാക്കിലെ റൈഡ് കംഫർട്ട് അത്ര അത് എന്ന് വെച്ചാൽ ഓക്കെ ആവറേജ്. 5 പേരെ ഇരുത്തി പോകാം എന്നുള്ളത്. 5 പേരെ ഇരുത്തുന്നത് സ്ക്വീസ് ആണ്. 4 പേർക്കാണ് യാത്ര ചെയ്യാൻ പറ്റുക. ബാക്കിലുള്ളവർക്ക് 2 പേർക്ക് അത്ര കംഫർട്ടബിൾ ജേർണി ആയിരിക്കില്ല. എന്ന് വെച്ചാൽ ആവറേജ് ആണ്, എന്ന് വെച്ചാൽ മോശമല്ല, പക്ഷെ അത്ര കംഫർട്ടബിൾ അല്ല. സ്ഥിരമായിട്ട് 4 പേരാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. വല്ലപ്പോഴും ഒക്കെ 4 പേര് കയറുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ലോങ് എന്ന് വെച്ചാൽ ലോങ്ങും പോകാൻ പറ്റില്ലെന്ന് വെച്ചാൽ പോവാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ എസ്ക്രോസ് ഉണ്ട്. അപ്പൊ അതിൽ എന്നാന്ന് വെച്ചാൽ അതിന്റെ ബാക്കിൽ ആ വണ്ടിയിലൊന്നും യാത്ര ചെയ്ത് നമ്മൾ അറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗട്ടറിലെല്ലാം വീഴുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഇതിന്റെ ബാക്കിൽ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്ര എഫക്റ്റ് ഇല്ല അതിന്റെ ബാക്കിൽ. അതെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ പോയിരുന്നു, ഈ ഇടയ്ക്ക് പോയിരുന്നു. അപ്പോഴാണെങ്കിൽ പോലും അവൻ എസ്ക്രോസിൽ അനിയൻ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അപ്പൊ അവൻ മറ്റേ ബാഡ് പാച്ചസ് ഒക്കെ ചവിട്ടി വിടുക എന്റേത്. പക്ഷെ ഞാൻ അവിടെ അതിൽ വന്ന് ഇറങ്ങുമ്പോഴേക്കും എന്റെ ബാക്ക് കിടന്ന് അടിക്കുന്ന ഇതുണ്ട്. അപ്പൊ അത് ഇച്ചിരി സസ്പെൻഷന്റെ സ്റ്റിഫ് ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഇതിന് ബാക്കിലോട്ട് നീളവും കുറവായത് കാരണം ആ ഒരു അടിപ്പ് ഉണ്ട്. പക്ഷെ എസ്ക്രോസിൽ ആ സാധനത്തിൽ പോയി കഴിഞ്ഞാൽ അറിയത്തില്ല. ജസ്റ്റ് ആ ഒരു ഇതുണ്ട്, ഒരു ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ ഇതിൽ വന്ന് ആ അടിക്കുന്ന ഒരു കുറച്ച് കൂടുതലാണ്. സോ അതിന്റെ ലെഗ് സ്പേസും തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്?
തൈ സപ്പോർട്ട് ഞങ്ങളുടെ ഫാമിലി എല്ലാവരും അത്യാവശ്യം ഷോർട്ടാണ്. അപ്പം തൈ സപ്പോർട്ട് ആക്ച്വലി വലിയ പ്രശ്നമില്ല. ഇത് ശരിക്കും ഒരു 4 സീറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 4 പേർക്കാണ് കംഫർട്ടബിൾ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുക. മൂന്നാമത് ഒരാൾ നടുക്കിരിപ്പുണ്ടെങ്കിൽ ചെറിയൊരു കൺജഷൻ വരും. ചെറിയ ആളാണേലും വലിയ ആളാണേലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അപ്പം ഈ ലോങ് ഡ്രൈവ് പോയതിന്റെ മറ്റുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഡ്രൈവ് ചെയ്യാനും സൈഡിൽ കോ പാസഞ്ചർക്കും ഒക്കെ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? എത്ര ലോങ് വരെ പോയിട്ടുണ്ട് മാക്സിമം? തിരുവനന്തപുരം ടു കണ്ണൂർ പോയിട്ടുണ്ട്, ട്രിവാൻഡ്രം, പിന്നെ ഔട്ട് സ്റ്റേറ്റ് പറയാനായിട്ട് പോണ്ടിച്ചേരി, വേളാങ്കണ്ണി. ശരി. അപ്പൊ ലോങ് ഡ്രൈവ് അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അത് ഇലക്ട്രിക് കൊണ്ട് പോയതിന്റെ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അത് ഞാൻ പറഞ്ഞിട്ട് ആക്ച്വലി ഇത് ഇലക്ട്രിക് ആയതുകൊണ്ടും ഈ വണ്ടി ഇതൊരു പുതിയ വണ്ടി ആയതുകൊണ്ടും ആണ് ഇപ്പൊ ഈ വണ്ടി വന്നതിന് ശേഷം കുറെ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെൻഡോ എന്ന് പറയുമ്പം അതിന് മൈലേജ് ഒക്കെ ഉണ്ടെങ്കിലും അത് എനിക്ക് ചില സ്ഥലങ്ങളിൽ എനിക്ക് റോഡ് മോശമാണെങ്കിലും ആ വണ്ടി ഭയങ്കര ഇതാണ്. ഈ 2000-ഉം ഇത്രയൊക്കെ നമ്മൾ ഫ്യൂവലിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആക്ച്വലി ഫ്യൂവലിന്റെ കാര്യത്തിൽ അത്ര കൺസേൺ അല്ലായിരുന്നു. കാരണം എന്ന് നമ്മൾ ഒരു സാധനം ഇഷ്ടപ്പെട്ട് നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് അങ്ങനെ തോന്നാറില്ലല്ലോ. അതിൽ ഫ്യൂവൽ സ്പെൻഡ് അതിനെക്കാട്ടിലും എന്റെ കൺസേൺ എന്ന് വെച്ചാൽ മോശം റോഡുകൾ വന്നു കഴിഞ്ഞാൽ അത് വെൻഡോ ഇച്ചിരി പ്രശ്നമാണ്. പിന്നെ ഇച്ചിരി ഡീപ്പായിട്ടുള്ള പോട്ട് ഹോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടി ഇടിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് കാരണം തന്നെ നമുക്ക് കുറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാനുള്ള ഒരു പേടി വരും. ഈ സാധനം പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നമുക്ക് എവിടെ വേണേൽ ധൈര്യമായിട്ട് എടുത്തോണ്ട് പോവാം. എന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. എന്ന് വെച്ചാൽ എവിടെ അടി തട്ടാനൊന്നും ഇല്ല. പിന്നെ റേഞ്ച് ചാർജ് തീരാറാവണേ അടുത്തുള്ള സ്റ്റേഷൻ നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രിപ്പ് ഇടുന്നുണ്ടെങ്കിലും അത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. പിന്നെ ഇപ്പൊ ഇത്രയും ഡ്രൈവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഏകദേശം ആ റേഞ്ച് നമുക്ക് ഏകദേശം പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ലോങ് ഡ്രൈവ്സിൽ പോകുമ്പം ഓടിക്കാനൊന്നും ഒരു മടുപ്പില്ല. കാരണം ഗിയർ മാറണ്ട ഒന്നുമില്ല. നമ്മള് ജസ്റ്റ് ചുമ്മാ ചില്ല് ചെയ്ത് അവിടെ ഇരുന്ന് ഒന്നുമില്ല, സൗണ്ടും ഇല്ല, ഒന്നുമില്ല. ചുമ്മാ ഇരുന്നങ്ങ് ആക്സിലറേറ്റർ ബ്രേക്ക് മാത്രമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ഈ ഗിയർ മാറുമ്പോൾ വരുന്ന ഫ്രസ്ട്രേഷൻ ഒന്നും ഇല്ല. ഈ ട്രാഫിക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഹൈവേലൊക്കെ ആണെങ്കിലും ആകെയുള്ള ഡിസഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഹൈ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റത്തില്ല. ക്രൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതനുസരിച്ച് റേഞ്ച് ഡ്രോപ്പ് ആവും. ഹൈ സ്പീഡ് മീൻസ് എത്ര എബോവ് 120 എബോവ് ആണോ അതോ? അല്ല, ഇപ്പം ഞാൻ മിക്കവാറും 80 തന്നെയാണ് പിടിച്ചു പോകുക. കാരണം മാക്സിമം റേഞ്ച് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യാൻ നിർത്തുമ്പോൾ അത് പിന്നെ ഒരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ച് അപ്പൊ അത് കാരണം നമ്മളൊരു 80 ആണ് പിടിച്ചു പോകുന്നത്. അപ്പൊ നമ്മളുടെ കൂടെ ഒരു വണ്ടി ഉണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ ഈ പോണ്ടിച്ചേരി ഒക്കെ പോയപ്പോൾ എസ്ക്രോസ് ഉണ്ട്. അപ്പം അതിലെന്നു വെച്ചാൽ നല്ല ഹൈവേസ് ആണ്. തമിഴ്നാട് കയറി കഴിഞ്ഞാൽ ശരിക്കും ഞങ്ങളെല്ലാം അത്യാവശ്യം സ്പീഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. വെൻഡോ ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നന്നായിട്ട് ചവിട്ടി വിടാൻ പറ്റും. എന്ന് വെച്ചാൽ വണ്ടി അത്ര സ്റ്റേബിൾ ആയതുകൊണ്ട് 100-120 നമുക്ക് സുഖമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ക്രൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ അതനുസരിച്ച് റേഞ്ച് ഡ്രോപ്പ് ആവും. ഹൈവേ കയറി കഴിയുമ്പോൾ റേഞ്ച് ഡ്രോപ്പ് ആവാൻ നമുക്ക് ഭയങ്കരമായിട്ട് കാണാൻ പറ്റും. അപ്പൊ അതാണ് കൂടുള്ള വണ്ടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് ഒരു ഡ്രോബാക്ക് ഉള്ള സാധനം. പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു 200 കിലോമീറ്റേഴ്സ് ആണ് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ റേഞ്ച് നമ്മൾ 200 കിലോമീറ്റേഴ്സ് ഓടി കഴിയുമ്പോഴേക്കും നമ്മളൊരു ബ്രേക്ക് എടുക്കും, ചാർജ് ചെയ്യും. ചായ കുടി എന്തായാലും 200 കിലോമീറ്റേഴ്സ് ഓടുമ്പോൾ നമ്മൾ കുറച്ച് ടയർഡ് ആവും. പിന്നെ ഫാമിലി ആയിട്ടാണ്, പിന്നെ കൊച്ചൊക്കെ ഉള്ള കാരണം എല്ലാവർക്കും ഒന്ന് ഇറങ്ങി നിൽക്കണം എന്നുള്ള ഇതുകൊണ്ട് ഒരു 200 കിലോമീറ്റേഴ്സ് വെക്കും. പിന്നെ ഹൈവേയിലൊക്കെ 200 കിലോമീറ്റേഴ്സ് ഒക്കെ അങ്ങ് വേഗം തീരും. അപ്പൊ അപ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ സമയമാവും. അപ്പം ജസ്റ്റ് നിർത്തുക, അപ്പോഴേക്കും അടുത്ത് ചാർജിങ് ഉള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അതേപോലെ തന്നെ സ്പേസ് ഉണ്ടാവുമോ ചാർജിങ് സ്റ്റേഷനിൽ? അത് നമ്മൾ ബാക്കപ്പ് വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഈ ട്രിപ്പിന് പോയപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നത് തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് തിരിച്ച് ഞങ്ങൾ കുമളി വഴിയാണ് വന്നത്. അപ്പൊ കമ്പത്ത് ഒരു ടാറ്റാ പവറിന്റെ സ്റ്റേഷൻ ഉണ്ട്. അപ്പം അവിടെ മാത്രമാണ് ഇച്ചിരി ഡിലേ വന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ അത് ലോങ് പോകുന്ന ഒരാളാണ്, ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരാളായിരുന്നു. അപ്പൊ പുള്ളി 98 എന്തോ ആയിരുന്നു ഞങ്ങൾ ചെന്നപ്പം. പിന്നെ അത് കഴിഞ്ഞ് പുള്ളി അത് ഫുള്ളാക്കിയിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പൊ ആ ലാസ്റ്റിലത്തെ 2% ഒക്കെ കുറേ സമയം എടുക്കും. അപ്പം പുള്ളി അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ അവിടെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ടാറ്റയുടെ ചാർജിങ് സിസ്റ്റം മൊത്തത്തിൽ ഇച്ചിരി പ്രശ്നമാണ്, ഇച്ചിരി ഡേറ്റഡ് ആണ്. അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ ഭയങ്കര പാടായി യൂസ് ചെയ്യാൻ. പിന്നെ അതിൽ കണക്ട് ആയി വരാനൊക്കെ സമയം എടുക്കും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം പ്രൈവറ്റ് ഏതെങ്കിലും ചാർജേഴ്സ് ആണെങ്കിലും സിയോണൊക്കെ ആണെങ്കിലും ഇപ്പൊ ഡയറക്റ്റ് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചാർജിങ് സ്റ്റാർട്ട് ആവും നമ്മുടെ വാലറ്റിൽ പൈസ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇതുണ്ട്. പക്ഷെ ടാറ്റയുടെ ഒക്കെ നമ്മളത് സ്കാൻ ചെയ്ത് എടുക്കണം. പിന്നെ ചിലപ്പോൾ അതിന്റെ സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഡിലേ വരും. അപ്പൊ അന്ന് അരമണിക്കൂറോളം പുള്ളി ചാർജ് ചെയ്യാൻ എടുത്തു എക്സ്ട്രാ.
അത് കഴിഞ്ഞ് പിന്നെ അത് പുള്ളി ഡിസ്കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ദൂരെ വരുന്നില്ല. നല്ല വെയിലുള്ള സമയമാണ്, ഉച്ച സമയമാണ്, പിന്നെ അവിടെ ഷെയ്ഡ് ഒന്നുമില്ല. അപ്പം ഇത്രയും ചാർജ് ആയി അത് ഹീറ്റ് ആയതാന്ന് തോന്നുന്നു. എന്നിട്ട് പുള്ളി അത് അൺലോക്ക് ചെയ്യാൻ നോക്കിയിട്ട് അത് ഊരി വരുന്നില്ല. നമ്മൾ മെഷീൻ എമർജൻസി സ്റ്റോപ്പ് എല്ലാം ചെയ്ത് നോക്കി, എന്നിട്ടും അത് ഊരി വരുന്നില്ല. അത് നെക്സോൺ EV പുതിയ മോഡല്. അത് എന്നിട്ട് അത് സ്റ്റക്ക് ആയിരുന്നു. അത് പിന്നെ അതിന് പിന്നെയും ഒരു 10-15 മിനിറ്റ് എങ്കിലും നമ്മളവിടെ വെയിലത്ത് നിന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ അത് പിന്നെയും നെറ്റ്വർക്കിന്റെ എന്തോ ഇഷ്യൂ. അതെന്ന് വെച്ചാൽ ലാസ്റ്റ് യൂസറുടെ റീഡിങ്സ് ഒക്കെയാണ് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ വണ്ടി ഇപ്പോഴും ചാർജിങ് ആണെന്നുള്ള രീതിയിലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കത് പിന്നെ കണക്ട് ചെയ്യണമെങ്കിൽ അത് പിന്നെ അത് മാറണം. അപ്പൊ ടാറ്റയുടെ അങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് ആ ഒരു സ്ഥലത്ത് മാത്രം നമുക്ക് ഇതുവരെ ഒരു 1 hour പോയി. ഇത്രയും അവിടെ മാത്രമേ ഇഷ്യൂ വന്നിട്ടുള്ളൂ. സോ ടാറ്റയുടെ ഈ ചാർജിങ് സ്റ്റേഷൻസ് ഒഴിച്ച് മറ്റ് സ്റ്റേഷൻസിൽ എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസുകളൊക്കെ? ആക്ച്വലി ബാക്കി പ്രൈവറ്റ് എല്ലാം നല്ലതാണ്. റേറ്റ് കൂടുതലാണ്, പക്ഷെ എന്നാലും നമുക്ക് എന്ന് വെച്ചാൽ ഒരു നല്ല സർവീസ് ആണ്. ടാറ്റയുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രൈവറ്റ് ആപ്സിനകത്തൊക്കെ ഇപ്പൊ സിയോണ്ടയോ വല്ലതും ആണെങ്കിൽ നമ്മളിപ്പോൾ 500 രൂപ ആഡ് ചെയ്യുവാന്ന് വിചാരിക്കുക, 500 രൂപ അതിനകത്ത് കയറും. ടാറ്റയുടെ നമ്മൾ 500 രൂപ ആഡ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ അതിനകത്തുനിന്ന് ടാക്സ് ആയിട്ട് 2 ടാക്സും പിടിച്ച് വരുമ്പോഴേക്കും അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന എമൗണ്ട് കയറത്തില്ല. പിന്നെ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വേണം ആഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ആപ്പിനകത്ത് ഇങ്ങനെ കൂടുതൽ പൈസ കയറ്റിയിട്ടല്ല, നമുക്ക് ആവശ്യത്തിനുള്ളത് അപ്പം കയറ്റി ചാർജ് ചെയ്യാന്നുള്ളതാണ്. അപ്പം നമുക്ക് അപ്പം അറിയാലോ ഏകദേശം എത്രയാണ് അതിന് സ്പെൻഡ് ആയെന്നുള്ളത്. നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആപ്പിലും കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്. ഉണ്ട്. കാരണം നമ്മളിപ്പം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ പിന്നെ അവിടെ ചിലപ്പോൾ ഒരു പുതിയ കമ്പനിയുടെ ചാർജർ ആയിരിക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, എന്നിട്ട് അതിനകത്ത് പൈസ കിട്ടും. അപ്പൊ അതിനകത്ത് വെറുതെ അങ്ങനെ പൈസ കിടക്കണ്ട എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് പൈസ അപ്പം പിന്നെ അത് ടാറ്റയുടെ ഇതാണെങ്കിൽ നമ്മൾ എന്നിട്ട് പിന്നെ അതനുസരിച്ച് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് തരണം. അപ്പൊ അതിനകത്തൊന്ന് കട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു നല്ല പരിപാടി അല്ലെന്നാണ് എൻ്റെ ഒരു. അതൊക്കെയാണ് ചാർജിങ്ങിന്റെ പരമായ ലോങ് ഡ്രൈവിലെ കാര്യങ്ങൾ. അതിനകത്ത് നമ്മൾ റേഞ്ച് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ലോങ് ഡ്രൈവിൽ 200 കിലോമീറ്റേഴ്സ് വെച്ച് ചാർജ് ചെയ്യാറുണ്ട്. റേഞ്ച് എത്ര കിട്ടാറുണ്ടായിരുന്നു? ലോങ് ഡ്രൈവിൽ അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അതിൽ കൂടുതൽ 200ഓ? ഹൈവേയിൽ കയറി ക്രൂസ് ചെയ്യുമ്പോഴേക്കും AC ഓൺ ആണെങ്കിൽ പറഞ്ഞ 80ൽ ക്രൂസ് ചെയ്താലും എന്ന് വെച്ചാൽ ഞാനത് കറക്റ്റ് ആയിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു പീസ് ഓഫ് മൈൻഡ് വെച്ചിട്ട്. അപ്പൊ എത്ര വരെ ചാർജ് താഴെ വരെ എത്തുമായിരുന്നു? ചാർജ് നമ്മൾ ഒരു 20% മേളിൽ വെക്കുമായിരുന്നു. അതായത് 100 to 20 ആവാൻ 200 കിലോമീറ്റർ. 100 നമ്മൾ ചാർജ് 100 ആക്കത്തില്ല, ഒരു 90-95 അത്രയൊക്കെ ആകത്തുള്ളൂ. അത് കഴിഞ്ഞ് ഹൈവേയിൽ ക്രോസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും. എന്നുവെച്ചാൽ പിന്നെ നമ്മൾ ആ റിസ്ക് എടുക്കേണ്ടെന്നുള്ളത് കാരണം നമ്മൾ ആ ഹൈവേയിൽ നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റേഞ്ച് ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും 250 താഴെ ഉള്ളൂ. ഹൈവേയില് 250 താഴെയാണ്. ഞാൻ അങ്ങനെയായിട്ട് നോക്കിയിട്ടില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഫിഗർ പറയുന്നില്ല. റേഞ്ച് കിട്ടുന്നവരുണ്ടാവാം. അപ്പം മാക്സിമം റേഞ്ച് കിട്ടിയത് ഏത് സമയത്താണെന്ന് നോക്കിയിട്ടുണ്ടോ? സിറ്റി ഡ്രൈവ്സിലും ആക്ച്വലി എനിക്ക് റേഞ്ച് കുറയുന്ന പോലാണ് ഫീൽ ചെയ്തേക്കുന്നത് കുറച്ച്. അല്ലാതെ ഇപ്പം ഒരുപാട് ട്രാഫിക് ഉണ്ടെങ്കിലും വലിയ റേഞ്ച് വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അല്ലാതെ ഞാൻ പരമാവധി ട്രാവൽ ചെയ്യുന്ന ഒന്നിൽ ഏർലി മോർണിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ രാത്രിയിലായിരിക്കും. അതാകുമ്പോൾ എനിക്ക് ട്രാഫിക് ഇല്ലാതെ ഓടിക്കാമല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് കെയർഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 320-350 വരെ കിട്ടും. എന്ന് വെച്ചാൽ എക്കോ മോഡിലിട്ട് ലൈറ്റ് ത്രോട്ടിൽ എന്ന് വെച്ചാൽ അത് റേഞ്ച് വേണം എന്ന് വിചാരിച്ച് ഓടിക്കാനാണെങ്കിൽ കിട്ടും. പക്ഷെ നമ്മളുടെ ഡെയിലി യൂസിൽ അത് നടക്കത്തില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പോൾ ഓവർടേക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഈ നമുക്ക് ഈ 50-60 പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവ് മാത്രമല്ല, നമുക്ക് എവിടെയെങ്കിലും ഇപ്പം നമ്മളിപ്പോ ഒരു 70 കിലോമീറ്റർ പോകണം. അപ്പൊ നമ്മള് അത് ഒത്തിരി സ്പീഡിൽ പോയില്ലെങ്കിലും നമ്മളൊരു മിനിമം സ്പീഡ് പിടിച്ച് പോവാന്നുള്ളത്. ഇപ്പൊ നമ്മൾ സ്ലോ ആയിട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി ട്രാഫിക്കിനെ അത് ബ്ലോക്ക് ചെയ്ത് ആകെ റോഡിൽ അലമ്പാവുന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പം അങ്ങനെ നോക്കാനാണെങ്കിൽ 320+ കിട്ടുമായിരിക്കാം. അല്ലാതെ നോർമൽ ഡ്രൈവിംഗിൽ 250 to 280 ഉറപ്പായിട്ടും കിട്ടും. എന്ന് വെച്ചാൽ സ്പിരിറ്റഡ് ആയിട്ട് ഓടിച്ചാലും അല്ലെങ്കിലും. ഇത് 420 സംതിങ് കണ്ടല്ലേ കമ്പനി പറയുന്നത്? 421 ആണ് കമ്പനി പറയുന്നത്. 250 to 280 ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, നല്ലതായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് കിട്ടും. നിങ്ങൾ പഞ്ച് യൂസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് റേഞ്ചിൻ്റെ കാര്യങ്ങൾ. പിന്നെ ചാർജിങ് ടൈമിനെ പറ്റി അറിയണം. വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കാറുണ്ട്? വീട്ടിൽ ചാർജ് ചെയ്യുമ്പം 20% ആണെങ്കിൽ 12 hours കാണിക്കുന്നത്. അതിൽ താഴെ പോവാണെങ്കിൽ മിക്കവാറും ഞങ്ങൾ ഇപ്പോൾ 10% അല്ലെങ്കിൽ അതിൽ താഴെ പോകാറുണ്ട്. കാരണം നമ്മൾ എന്ന് വെച്ചാൽ ബാറ്ററി എല്ലാ പെർസെൻറ്റേജിലും
വണ്ടി എത്തുന്നുണ്ടെന്നുള്ള ഒരു സാധനം പറഞ്ഞത്. ഇല്ലെങ്കിൽ എല്ലാ പാക്സും യൂസ് ചെയ്തിരിക്കണം സെൽസ്. ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ അത് കുറെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള, എനിക്ക് അതിനെ പറ്റി അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അറിയത്തില്ല. എന്നാലും ചിലർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം 15% ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രോപ്പ് ആവുന്ന ഒരു ലിം മോഡ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകുന്ന അങ്ങനെ ഇതുണ്ട്. അപ്പൊ അത് കാരണം പരമാവധി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ നമ്മൾ 0 ആവുന്നതിന് മുന്നേ എത്തുന്നുണ്ടെങ്കിൽ വീട്ടിലെത്തിയിട്ട് തന്നെ ചാർജ് ചെയ്യാൻ നോക്കും. അതിന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു 10% വരെ ഒക്കെ എത്തിക്കാൻ ഓക്കെ ആണോ? അതെ, എനിക്ക് ആക്ച്വലി 10% എത്തിക്കഴിഞ്ഞാൽ പവർ ഫുള്ള് പോകും, ലിമോഡ് ആവും. അപ്പം വിശ്വസിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അറിയാവുന്ന വഴിയാണെന്ന് ഉറപ്പുണ്ടാവും. ഇത് കയറ്റമൊക്കെയാണ് ചിലപ്പോൾ കയറുകയല്ല. ലിമോഡിലായി കഴിഞ്ഞാൽ അതുവരെ 10% ആവുന്നിടം വരെ ഫുൾ പെർഫോമൻസ് കിട്ടും. ലിമോഡിലായി കഴിഞ്ഞാൽ AC ഒക്കെ വർക്ക് ചെയ്യും, പക്ഷേ ത്രോട്ടിൽ റെസ്പോൺസ് എക്കോ മോഡിനെക്കാട്ടിലും കുറയും. അപ്പം സ്ട്രെയിറ്റ് റോഡ്സിലാണെങ്കിലും ഇച്ചിരി പാടാണ്, പക്ഷെ നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രയും പെർഫോമൻസ് പറയുന്നതുകൊണ്ട് തന്നെ റേഞ്ച് കൂടുതൽ കാണിക്കാനുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം 10% ഒക്കെ ആയി കഴിഞ്ഞാൽ അത് പിന്നെ താഴോട്ട് പോകുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. അങ്ങനെയാണ് ഇതിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു 12 മണിക്കൂറൊക്കെ എടുക്കും ഫുൾ ചാർജ് ആവാൻ. രാത്രിയിൽ കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും ചാർജ് ആയി കിട്ടും. ഓക്കെ, പിന്നെ ചാർജിങ്, ഫ്രീ ചാർജിങ് ഒക്കെ ടാറ്റയുടെ കുറച്ച് വണ്ടികളിൽ ഓഫേഴ്സ് ഉണ്ടായിരുന്ന ഒരു സമയത്ത് അതൊക്കെ കിട്ടിയോ? ഫ്രീ ചാർജിങ് ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് എനിക്ക് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീ ചാർജിങ് ഉണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. 6 monthsലേക്ക് ഫ്രീ ചാർജിങ് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആപ്പെല്ലാം ഡൗൺലോഡ് ചെയ്ത് വണ്ടി കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഓഫർ കിട്ടുന്നില്ല, എനിക്ക് പൈസ ആഡ് ചെയ്യണം എന്നുള്ളത് തന്നെ ആയിരുന്നു. അപ്പം ഞാൻ അവരെ കോൺടാക്ട് ചെയ്തപ്പം എനിക്ക് സെയിൽസ് എക്സിക്യൂട്ടീവ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഓഫർ ഉണ്ട് എന്ന് കൺഫേം ചെയ്തു. എനിക്ക് പുള്ളി ബ്രോഷർ അയച്ചു തന്നു. ഞാൻ ആ ബ്രോഷർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഓഫർ ഓൾറെഡി കഴിഞ്ഞതാ. ഒരു 2 മാസം മുന്നേ എന്തോ ഓഫർ കഴിഞ്ഞതാ. അപ്പം എക്സിക്യൂട്ടീവ് അതിനെപ്പറ്റി അപ്ഡേറ്റഡ് അല്ലായിരുന്നു. പുള്ളി എനിക്ക് ഓഫർ തന്നു. അപ്പം അതാണ് ഒരു സംഭവം. എനിക്ക് ഇതുവരെ ആയിട്ട് ഇപ്പോൾ 3-ാം തീയതി അടുത്ത മാസം 3 ആകുമ്പോഴേക്കും വണ്ടി 4 months ആവും. എനിക്ക് ഇത്ര 4 months ആയിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ വേറെ ഒരു ഇതെന്നു വെച്ചാൽ ടാറ്റയുടെ ചാർജിങ് സ്റ്റേഷൻസ് ഭയങ്കര കുറവാണ്. അപ്പം അവിടെ മാത്രമേ കിട്ടുള്ളൂ. അവിടെ മാത്രമേ കിട്ടത്തുള്ളൂ. പിന്നെ സ്റ്റേഷൻസ് തപ്പി വരുമ്പോഴേക്കും ആകെ കുറച്ച് സ്ഥലങ്ങളിലേ ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മൾ ചെല്ലുന്ന ചില സ്ഥലങ്ങളിൽ ചാർജസ് ഉണ്ട്. ഇപ്പം കണ്ണൂര് ചേച്ചിയുടെ വീടാണ്. അപ്പം അവിടെ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പം അവിടെ വേറെ സിയോന്റെ ഒരു ചാർജറുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലൊന്നും ആകെ ഉള്ളത് ഈ ടാറ്റയുടെ ഒരു ചാർജറുണ്ട്. അപ്പൊ അതൊരു ഷോറൂമിലാണ്. അപ്പൊ അതുള്ളതുകൊണ്ട് നമുക്ക് അവിടെ ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ, അവിടെ അങ്ങനെ ഒരു ചാർജർ ഉള്ളതുകൊണ്ട് ഒരു ഇതുണ്ട്. പക്ഷെ നമ്മളപ്പോൾ അതിന് എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ചാർജിങ്ങിന് എത്ര നോർമലി ലോങ് ഡ്രൈവ്സിനൊക്കെ ഒരു ഫുൾ ചാർജിങ്ങിന് എത്ര കൊടുക്കാറുണ്ട്? ഒരു ആവറേജ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓരോ ചാർജേഴ്സിലും അവർ ചാർജ് ചെയ്യുന്ന റേറ്റ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഡേ ടൈമിലാണെങ്കിൽ റേറ്റ് കുറവായിരിക്കും. സോളാർ ഹൗസ് അല്ലാത്ത ചാർജ് കൂടും. മാക്സിമം ഞാൻ സ്പെൻഡ് ചെയ്തേക്കുന്ന ഒരു 700 ഒക്കെ ആയിരിക്കും. അതും ആ ഒരു 20% അല്ലെങ്കിൽ അത് താഴെ നിന്നാണ് ആണെങ്കിൽ 100 വരെയാണോ അതോ 90% വരെ 100 ആക്കാറുണ്ട്? ഇല്ല, 100 ഞാൻ പരമാവധി ആക്കാറില്ല. കാരണം 100 ആവുന്ന ആ ലാസ്റ്റിലത്തെ ഒരു 85 അല്ലെങ്കിൽ 90 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് സ്ലോ ആവും. 85 ആകുമ്പോഴേ 80 ഒക്കെ കഴിയുമ്പോൾ തന്നെ സ്ലോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് 85 ഒക്കെ ആകുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ സ്ലോ ആവും. പക്ഷെ എന്നാലും കയറും. ഒരു 90-95 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ലോ ആണ്. ലാസ്റ്റിലത്തെ 2% കയറാൻ ഓൾമോസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ എടുക്കും. എപ്പോഴും 100 ആക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ വല്ലപ്പോഴും 100 ആക്കണം. ഞാൻ നല്ല വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും 100 ആക്കും. കാരണം സോളാറാണ്. ഓക്കെ, സോ അതൊക്കെയാണ് ചാർജിങ്ങിൻ്റെ കാര്യങ്ങൾ. ഇനിയും വണ്ടിയുടെ മറ്റ് നെഗറ്റീവ് വശങ്ങളിലേക്ക് കിടക്കുകയാണ്. വണ്ടിയുടെ ഫീച്ചേഴ്സും കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അട്രാക്റ്റീവ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉള്ളിൽ കയറി ചോദിക്കാം. അതിന് മുന്നേ നെഗറ്റീവ്സ് എന്തൊക്കെ ഇതുവരെ ഉപയോഗിച്ചതിൽ ടാറ്റ വണ്ടികളിൽ ഫീൽ ചെയ്തു? നെഗറ്റീവ് ആദ്യം പറയുന്നതിന് മുന്നേ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഞാൻ വെക്കാവുന്നതെന്ന് വെച്ചാൽ ഇതൊരു നല്ല വണ്ടിയാണ്. എന്നുവെച്ചാൽ ടാറ്റ ഉണ്ടാക്കുന്ന, ഞാനിപ്പോൾ കർവ് ആണെങ്കിലും ഓടിച്ചിരുന്നു, അതൊരു അടിപൊളി വണ്ടിയാണ്. പക്ഷെ ഇപ്പം ഇവരുടെ ഈ ക്വാളിറ്റി ഇഷ്യൂസും സർവീസിന്റെ പ്രശ്നങ്ങളും ആണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഈ വണ്ടി ഇതിന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, ഓടിക്കാൻ നല്ലതാണ്. 2 പേരാണ്, ചെറിയൊരു ഫാമിലിയാണ്, ട്രാവൽ ചെയ്യാനൊക്കെ നല്ലതാണ്. നമുക്ക് അത്യാവശ്യം റേഞ്ചും കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം നല്ലൊരു വണ്ടിയാണ്. വണ്ടി ആക്ച്വലി നല്ലതാണ്. ഇപ്പോൾ കർവ് ആണെങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞു, ടാറ്റയുടെ പ്രൊഡക്ട്സ് ഒക്കെ നല്ലതാണ്. പക്ഷെ ഇവരുടെ ഈ ക്വാളിറ്റി ഇഷ്യൂസും
ഇതൊക്കെയാണ് സർവീസും ആണ് ആക്ച്വലി എനിക്ക് പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതാണെങ്കിൽ ഈ വണ്ടിയുടെ ആണെങ്കിൽ പോലും ഇതിന്റെ ആ ലെഫ്റ്റ് സൈഡിലെ DRL ആക്ച്വലി പുറത്തോട്ട് കുറച്ച് തള്ളിയായിരിക്കുന്നത്. അങ്ങനെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂസ് കുറെ ഉണ്ട്. DRL വർക്കിംഗ് ആണല്ലോ പ്രോപ്പർലി. DRL പ്രോപ്പർ വർക്കിംഗ്. അത് കർവിനാണ് ആ ഇഷ്യൂ വന്നേക്കുന്നത്. കർവിന് നെക്സോൺസിനും കേട്ടിട്ടുണ്ട് പല വണ്ടികൾക്കും അങ്ങനെ. എനിക്ക് ഞാൻ പഞ്ചിന്റെ ഇതുവരെ എനിക്കിതുവരെ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കത്തെ ഒരു സർവീസ് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു ആ നടുക്കത്തെ DRL ഉണ്ട്, ആ ബാറില് അത് ഇടയ്ക്ക് കത്തി കിടക്കാറുണ്ട്. അത് നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോയി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത് ഇങ്ങനെ കത്തി കിടപ്പുണ്ടാവും. ഇന്ന് ഞാൻ വണ്ടി രാവിലെ വാഷ് ചെയ്ത് കഴിഞ്ഞ് ലോക്ക് ചെയ്തപ്പോഴേക്കും അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ലൈറ്റ് ഇങ്ങനെ ആ ബാർ ഇങ്ങനെ കത്തി കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ എന്തോ ബഗ്ഗായിരിക്കണം. പിന്നുള്ള ഒരു ഇഷ്യൂ പാനൽ ഗ്യാപ്സ് ആണ്. ഇത് അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഡോറിലും ഉണ്ട് അങ്ങനെ ഒരു ഇത്. പിന്നെ ബൂട്ട് ലിഡിൽ അത് ഭയങ്കര എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റും. അടഞ്ഞിരിക്കുവാണെങ്കിലും അത് അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. എന്നുവെച്ചാൽ നല്ലതായിട്ട് വെള്ളം കയറാവുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ചിലപ്പോൾ അടഞ്ഞിട്ടില്ല എന്നുള്ള ഫീല് വരും. അപ്പൊ ഞാനത് നോക്കിയപ്പോ എല്ലാ പഞ്ചിന്റെ അങ്ങനെയാണ്. അപ്പൊ അത് മാനുഫാക്ചറിങ് ഇഷ്യൂ ആണ്. അതപ്പം അവരതൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയ കാര്യമാണ്. കാരണം ഇത്രയും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന വണ്ടിയാണ് പഞ്ചീവി. അപ്പം അത്രയും സെയിൽസ് ഉള്ളവര് അതിന്റെ ക്വാളിറ്റി നോക്കാത്തത് അതൊരു അത് ഭയങ്കര മോശം ഒരു സാധനമാണ്. കാരണം ആൾക്കാർ എന്തായാലും പൈസ സ്പെൻഡ് ചെയ്ത് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ഒരു വണ്ടി എടുക്കുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതൊക്കെ ചുമ്മാ അവർക്ക് ചെയ്യാവുന്ന എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ഓൾറെഡി ഉള്ളതാണ്. അത് ചിലപ്പം ചെറിയ അലൈൻമെന്റിന്റെ ഇഷ്യൂസോ അല്ലെങ്കിൽ അത് മാനുഫാക്ചറിങ്ങിന്റെ ഇഷ്യൂ ആവാനാണ് ചാൻസ്. അങ്ങനത്തെ ചെറിയ ഇതാണ്. അതാണ് ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഉള്ളത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇച്ചിരി പ്രശ്നമാണ്. എനിക്ക് ഇന്റീരിയറിൽ അത്ര ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂ തോന്നിയിട്ടില്ല. ഉള്ളതെന്ന് വെച്ചാൽ വയറിംഗ് ഒക്കെ എക്സ്പോസ്ഡ് ആണ്. സീറ്റിനടിയിലെ വയറിംഗ് ഒക്കെ നമുക്ക് കാണാം. എന്നുവെച്ചാൽ ഫ്ലിംസി വയറൊക്കെയാ. അപ്പം അതെല്ലാം ഇങ്ങനെ സീറ്റ് നമ്മളിപ്പോ ക്ലീൻ ചെയ്യാനൊക്കെ നോക്കുമ്പോഴേക്കും ആ വയറെല്ലാം അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ബൂട്ട് തുറന്നു കഴിഞ്ഞാലും ഈ ബാക്കിലത്തെ സീറ്റിന്റെ സീറ്റ് ബെൽറ്റ് വാർണിംഗിന്റെ ഒക്കെ ഇതെല്ലാം വയറെല്ലാം അവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ ഒരു ഇച്ചിരി പ്രശ്നമാണ്. ശരിക്കും ചെറിയ കാര്യങ്ങളാണ്, അവർക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും നമുക്ക് ഇന്റീരിയറിലോട്ട് കയറി ബാക്കി കാര്യം ചോദിക്കാം. ഇവിടെ ഓൾറെഡി വെയിലായി വരുന്നു. ഇനി അതിന് മുന്നേ നമുക്ക് അകത്ത് കയറിയിട്ട് ഉള്ള എക്സ്പീരിയൻസുകൾ ചോദിക്കാം. ഓക്കെ, സോ നമ്മൾ ഇന്റീരിയറിൽ വന്നു. ഇനിയും ഡ്രൈവ് ചെയ്തുകൊണ്ട് ബാക്കി നെഗറ്റീവ്സിനെ പറ്റി സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഗിയർ സെലക്ടേഴ്സ് ഇഷ്യൂസ് ഒന്നും ഇല്ലല്ലോ? ബഗ്ഗൊന്നും വരാറില്ലല്ലോ? സെലക്ടറിന് ഇങ്ങനെ പ്രശ്നമായിട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. വരാറില്ല. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് റോഡിലിട്ട് റിവേഴ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഡ്രൈവിലോട്ട് തിരിക്കും, 2 പ്രാവശ്യം ടക്ക് അടിക്കും, പക്ഷെ വണ്ടി എപ്പോഴും റിവേഴ്സിലായിരിക്കും. അപ്പൊ നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് തിരിക്കുമ്പോഴായിരിക്കും അങ്ങനെ മിക്കവാറും സംഭവിക്കാറ്. അതൊരു ഉണ്ട്. അത് നമ്മൾ എന്നുവെച്ചാൽ നമ്മൾ ചിലപ്പോൾ ടൈറ്റ് സ്പോട്ട് ആയിരിക്കും, നമ്മൾ അവിടെ ഇട്ട് നമ്മുടെ ബാക്കിൽ ഇനി ഒട്ടും സ്ഥലം ഇല്ലാത്തുള്ളപ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് ഡ്രൈവിലോട്ട് ഇട്ടിട്ട് നമ്മളത് നോക്കാതെ എടുത്തു കഴിഞ്ഞാൽ ബാക്കിൽ പോയി ഇടിക്കും. അതൊരു ഇതുണ്ട്. ഓക്കെ, പിന്നെ വേറെ ഇതിൽ സൺറൂഫ് ഒന്നുമില്ല ടോപ്പ് വേരിയന്റ് ആയിട്ടും. സോ ഇതിന്റെ അടുത്ത വേരിയന്റിലാണ് സൺറൂഫ്. അതിന് എത്ര കോസ്റ്റ് എക്സ്ട്രാ വരുന്നുണ്ടായിരുന്നു? സൺറൂഫും മൂഡ് ലൈറ്റിംഗ് കൂടെ എക്സ്ട്രാ ഒരു 50,000 കൂടെയാണ് അവർ പറഞ്ഞത്. 50. ഓക്കെ, അപ്പം അത് വെർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ എനിക്ക് സൺറൂഫ് അങ്ങനെ വലിയ താല്പര്യമുള്ള ആളല്ല. ഈ സീറ്റ് അഡ്ജസ്റ്റ്മെന്റിന് എന്തെങ്കിലും സീറ്റ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ആ ലിവർ ആ സീറ്റ് മൊത്തത്തിൽ ഒരു ടൈറ്റ് പ്രശ്നമാണ്, എന്തോ ഒരു ഇതുണ്ട്. അപ്പം പുള്ളി ചെയ്താലും സമയത്ത് വരത്തില്ല. ഓക്കെ, പിന്നെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം. ബാക്കി നെഗറ്റീവ്സ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതിൽ കുറച്ച് നെഗറ്റീവ്സ് പറയാനുണ്ട്. നെഗറ്റീവ്സ് എന്ന് പറയാൻ ചെറിയ കാര്യങ്ങള്, ചാർജിങ് പോർട്ട് അത് ഓപ്പണായി വരാൻ ചില സമയത്ത് നമ്മൾ പാടുപെടും. ഓക്കെ, അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ ടാപ്പ് ചെയ്താലും അത് ഓപ്പണായി വരത്തില്ല. പിന്നെ നമ്മൾ ബോണറ്റ് പൊക്കി അതിനകത്ത് ലിവർ വലിക്കണം. ലിവർ വലിച്ചാലും എപ്പോഴും അത് വർക്ക് ആവത്തില്ല. നമ്മളതിപ്പോൾ അതിൽ കുറേ ബലം കൊടുത്താലാണ് ചിലപ്പോൾ അത് ഓപ്പണായി വരിക. അതെന്താ പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല. അത് അവര് ലാസ്റ്റ് സർവീസിന് അത് അവര് ഗ്രീസ് ഒക്കെ ചെയ്ത് തന്നായിരുന്നു, പക്ഷെ എന്നാലും ചില സമയത്ത് വർക്ക് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ഗ്രൂപ്പിലൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ ഗ്രൂപ്പില് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ അത് തുറന്നു കഴിഞ്ഞാലും പിന്നെ അത് അടയ്ക്കാൻ പാടാ. അത് തുറന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലോക്ക് മാനുവലായിട്ട് പുള്ളി ചെയ്താലും ചിലപ്പോൾ ആ സ്ട്രിങ് അങ്ങനെ വലിഞ്ഞിരിക്കുവാണെങ്കിൽ അത് അടയത്തില്ല. പിന്നെ നമ്മളത് തിരിച്ച് കയറ്റി വെച്ചാലും ചില സമയത്ത് അടയാൻ ഇച്ചിരി ഒരു പാടുണ്ട്. അപ്പൊ അതൊരു ചില സമയത്ത് നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് വെയിലത്തായിരിക്കും നിൽക്കുന്നത്. അപ്പൊ അതൊരു പ്രശ്നമാണ്. പിന്നെ വേറെ എന്താ? പിന്നെ ഇതിനൊരു പ്രശ്നം എന്താ തോന്നുന്നത് വെച്ചാൽ ബൂട്ട് സ്പേസ് കുറവാണ്.
ട്രാവൽ ചെയ്യുമ്പം ഒരു ഫാമിലി ആണെങ്കിൽ, ഒരു ചെറിയ ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല, അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പം അല്ലാതെ മൊത്തത്തിൽ ഇച്ചിരി ഒരു വണ്ടിയുടെ ഡൈമെൻഷൻ അനുസരിച്ചുള്ള അതെ 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 അതിലും കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. അതെ അതെ അതെ. ബാക്കിലെ സീറ്റിലുള്ള സ്പേസും അങ്ങനെ ജനറസ് എന്ന് പറയാനില്ല. അത്രയും സ്പേസും ഇല്ല, ബൂട്ടിലും ഒരു സ്പേസ് തന്നില്ല എന്നുള്ള രീതിയിലല്ലേ. അല്ലെങ്കിൽ പിന്നെ നെക്സോണിലോട്ട് പോകണോ അടുത്തത്. പിന്നെ ടാറ്റയുടെ ഇൻഫോർടൈൻമെന്റ് ബോക്സ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ട്. ഈ വണ്ടിക്ക് അങ്ങനെയുണ്ടോ? ഈ വണ്ടിക്ക് ഉണ്ട്. അത് ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ചിലപ്പം 2 സിസ്റ്റവും ഓഫ് ആയി പോകും. ഇൻഫോർടൈൻമെന്റും ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും ഫുൾ ബ്ലാക്ക് ഔട്ട് ആവും. പിന്നെ ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ റീബൂട്ടായി വരുവാണ് ചെയ്യുന്നത്. എനിക്ക് ഇന്നലെ അത് വന്നായിരുന്നു. അത് സോഫ്റ്റ്വെയർ ആക്ച്വലി ഞാൻ വേറൊരു ഇഷ്യൂ ആയിട്ട് ഷോറൂമിൽ ചെന്ന സമയത്ത് അവര് സോഫ്റ്റ്വെയർ ഒക്കെ റീസെറ്റ് ചെയ്തു, പിന്നെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ഇത് രണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോകാറുണ്ട്. അങ്ങനെയാണ് അത്. സ്പോർട്സ് മോഡൊക്കെ അത്യാവശ്യം എൻജോയ് ചെയ്യാറുണ്ട് ഞാൻ. പക്ഷേ ടോപ്പ് സ്പീഡ് അങ്ങനെ ഞാനായിട്ട് കയറ്റിയിട്ടില്ല. അനിയൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കയറ്റിയിട്ടുണ്ട്. സ്പോർട്സ് മോഡ് അങ്ങനെ യൂസ് ചെയ്യേണ്ടി വരാറില്ല. സിറ്റി മോഡ് അത്യാവശ്യം പവർഫുൾ ആണ്. അതെ അതെ അതെ. പിന്നെ എക്കോ മോഡില് ചില സമയത്ത് ഭയങ്കര ഒരുപാട് സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണെങ്കിലും ഒരുപാട് ലോഡ് ഉണ്ടെങ്കിലും കയറാൻ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എക്കോയില്. അല്ലെങ്കിൽ സിറ്റിയിലും അത്യാവശ്യം ഇറ്റ്സ് പ്ലെന്റി പവർഫുൾ. അത്യാവശ്യം ഓവർടേക്സ് എല്ലാം അതിൽ തന്നെ നടത്തും. എക്കോ മോഡിലിട്ട് നമുക്ക് അത്യാവശ്യം ഡ്രൈവ് ചെയ്യാൻ പറ്റും. നോർമൽ റോഡ്സിൽ ഇങ്ങനെ ഒരുപാട് വലിയ കയറ്റമൊക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ഇത് മറ്റൊരു ഇഷ്യൂമായിട്ട് ഷോറൂമിൽ പോയ സമയത്ത് എന്ന് പറഞ്ഞില്ലേ, ആ ഒരു മറ്റൊരു ഇഷ്യൂ എന്തായിരുന്നു? അതൊരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഈ വണ്ടി എടുത്തതിന് 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഞാൻ ഷോറൂമിൽ പോയി ഇതേ ഇഷ്യൂ ആയിട്ട്. ഞാൻ അന്ന് തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോഴും അതിന്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുക. കാരണം ഈ വണ്ടി ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവിന് യൂസ് ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ